പാപം ചെയ്യുന്ന ആളുകളുടെ ഹൃദയങ്ങൾ അല്ലാഹു ശുദ്ധിയാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ലാഹു ആ ഹൃദയത്തിന് ശുദ്ധി നൽകിയിട്ടില്ല. ഹൃദയത്തിന്റെ ഉള്ളു മോശമാണ്, ശരീരവും മോശം തന്നെ. ശരീരത്തിലും അതിന്റെ പ്രതിഫലനം അല്ലാഹു കാണിച്ചു കൊടുക്കും. ഹൃദയത്തിന്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഞെരുക്കം, എന്തെന്നില്ലാത്ത പ്രയാസം. وما فشت الفاحشة في قوم قط إلا ابتلوا بالأوجاع التي لم تكن في أسلافهم من قبل. ഏതെങ്കിലും ഒരു തിന്മ എന്നല്ല, തിന്മയിൽ ഏറ്റവും മോശമായത് മാ ഫശത്തിൽ ഫാഹിഷ, വ്യഭിചാരം എന്നാണ് അതിന്റെ സൂചനയെന്ന് പണ്ഡിതന്മാർ. ഫാഹിഷത്തിന്റെ ഉദ്ദേശം വ്യഭിചാരം ഒരു സമൂഹത്തിൽ പരക്കയായാൽ അതൊരു സംഭവമല്ലാത്ത രീതിയിൽ, ഒരു നാട്ടിലെ പെണ്ണുങ്ങളിൽ അവിഹിത ബന്ധങ്ങളില്ലാത്തവരില്ല, ആണുങ്ങളിൽ പരസ്ത്രീ ബന്ധമില്ലാത്തവരില്ല എന്ന് വന്നാൽ എന്താണ് അതിന്റെ അർത്ഥം? ഒരു സമൂഹം ഒന്നാകെ തിന്മയിലേക്ക് പോയാൽ, നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ബൈക്കിൽ ചുറ്റി നടക്കുന്നത് ഏതെങ്കിലും ഒരു പെണ്ണിനെ വളക്കാനോ തിരിക്കാനോ പറ്റുമോ? ഒരു പെണ്ണ് പുറത്തിറങ്ങി അലങ്കാരമുള്ള വസ്ത്രം ധരിച്ച് അങ്ങാടിയിലൂടെ നടക്കുന്നതും ഒരു കസ്റ്റമർ എന്ന നിലയിൽ പീഡികക്കാരനോട് സംസാരിക്കുന്നതും വൈകാരികമായ ചിന്തയുള്ള ട്യൂണിലൂടെ, പെരുമാറ്റത്തിലൂടെ സ്വന്തം ഭർത്താവിനോട് സ്നേഹത്തോടെ സംസാരിക്കേണ്ട ഭാര്യ ആ സ്നേഹമൊക്കെ അങ്ങാടിയിൽ കൊടുത്തിട്ടാ പോരുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഒരു സമൂഹത്തിന്റെ സംസ്കാരമെങ്കിൽ എന്ത് സംഭവിക്കും? ഏതെങ്കിലും ഒരു സമൂഹത്തിൽ വ്യഭിചാരം വ്യാപകമാവുകയാണെങ്കിൽ, കണ്ണിന് വ്യഭിചാരമുണ്ട്, നമ്മൾ അറിയണം. കണ്ണിന് വ്യഭിചാരമുണ്ട്, തിന്മ കാണുന്നത് വ്യഭിചാരമാണ്. കാതിന് വ്യഭിചാരമുണ്ട്, വ്യഭിചാരത്തിന്റെ കഥ കേൾക്കുന്നത്, അത് ഇഷ്ടത്തോടെ ചെവി കൊടുക്കുന്നത് കാത് ചെയ്യുന്ന വ്യഭിചാരമാണ്. ഏതെങ്കിലും ഒരുത്തന്റെ വീട്ടിലെ കഥകൾ മറ്റൊരുത്തന് പറഞ്ഞു കൊടുക്കുന്നത് നാവ് ചെയ്യുന്ന വ്യഭിചാരമാണ്. നമ്മുടെ മസ്തിഷ്കത്തിൽ മറ്റുള്ളവൻ നാട്ടിൽ നടക്കുന്ന കഥകൾ, വാട്സപ്പിലൂടെ വരുന്ന വിഷയങ്ങൾ, മറ്റുള്ളവരുടെ ഏതെങ്കിലും അപമാനപ്പെടുത്തുന്ന വിഷയങ്ങൾ നമ്മുടെ മസ്തിഷ്കം കൊണ്ട് നമ്മൾ ചിന്തിക്കുകയോ അതിൽ ആനന്ദിക്കുകയോ ചെയ്യുന്നത് തലച്ചോറ് കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമല്ലേ? മനുഷ്യന്റെ ശരീരം കൊണ്ട് മുഴുവനും വ്യഭിചാരമുണ്ടത്രേ. എന്നാൽ മനുഷ്യന്റെ ജനനേന്ദ്രിയം ആ ചിന്തകളെ ശരിവെച്ചുകൊണ്ട് ഏറ്റവും കടുത്ത പാതകം ജീവനോടെ എറിഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞ പാതകം വ്യഭിചാരി വിവാഹിതനാണെങ്കിൽ അല്ലെങ്കിൽ വിവാഹിതയെങ്കിൽ ആ പാതകത്തിലേക്ക് എത്തുന്നിടത്തേക്ക് എത്തുമ്പോഴേക്കും എത്രയോ വ്യഭിചാരത്തിന്റെ ഘട്ടങ്ങൾ കടന്നിട്ടാണ് വരുന്നത്. ഒരു സുഹൃത്ത് പറഞ്ഞു, റബ്ബേ, ഖുർആൻ പഠിപ്പിക്കാൻ വന്ന കുഞ്ഞിന് ഖുർആൻ പഠിപ്പിക്കാൻ വന്ന ഒരു ഹാഫിളായ മനുഷ്യൻ ആ കുട്ടിയുടെ ഉമ്മയുമായി വ്യഭിചരിച്ച്, ഉമ്മ ഗർഭിണിയാണ്. അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാതെ ഞാൻ ആലോചിക്കുകയാണ്, റബ്ബേ, ഇങ്ങനെയുണ്ടോ കാലം? എവിടെ എത്തി? മാ ഫഅല ഖുർആനുക, മാ ഫഅല ഖുർആനുക, നിന്റെ ഖുർആൻ എന്ത് ചെയ്തു? നിന്റെ ഖുർആൻ കൊണ്ട് എന്ത് നേട്ടമുണ്ടായി? മാ ഫഅല സ്വലാതുക, നിന്റെ നിസ്കാരം കൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന സമയമുണ്ട്. അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ തിന്മകൾ ഒരു സമൂഹത്തിൽ പ്രചരിക്കുകയാണെങ്കിൽ മുൻപ് കഴിഞ്ഞുപോയ ആളുകളിലൊന്നും കാണപ്പെടാത്ത വ്യത്യസ്തമായ രോഗങ്ങൾ. ഡോക്ടർമാർ പറയും we couldn't identify, ഇതെന്താണ് രോഗം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത് 10 ലക്ഷം ആളുകളിൽ ഒരാൾക്ക് വരുന്ന രോഗമാണ്. ഇപ്പൊ അങ്ങനെ പറയും. ഇത് 1 കോടി ആളുകളിൽ 2 ആൾക്ക് മാത്രം വരുന്ന രോഗമാണ്. വിചിത്രമായ രോഗങ്ങൾ, മുമ്പ് കേട്ടിട്ടില്ലാത്ത രോഗങ്ങൾ ഈ ഉമ്മത്തിന് വരും. അല്ലാഹു ഉമ്മത്തിനെ ശിക്ഷിക്കും. വ്യഭിചാരം ഉമ്മത്തിൽ വ്യാപകമായാൽ ഒരു സമൂഹത്തിൽ വ്യഭിചാരം പരക്കയാവുകയാണെങ്കിൽ അത് പരസ്യമായ രഹസ്യം ഈ രീതിയിൽ ഒരു സമൂഹം ഒന്നാകെ പരപുരുഷ ബന്ധത്തിലേക്ക്, പരസ്ത്രീ ബന്ധത്തിലേക്ക്, വിദ്യാർത്ഥിനികളിൽ പോലും പ്രായപൂർത്തി എത്തുമ്പോഴേക്ക് വ്യഭിചരിക്കുന്നവര്. 18 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് ജന്മം എടുത്ത ഒരു പെൺകുട്ടിയെ ഗർഭം ധരിച്ചത് 12 വയസ്സുകാരൻ. അങ്ങനെയല്ലേ പത്രത്തിൽ കണ്ടത്? സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ റബ്ബ് ഇടപെടും, അള്ളാഹുവിന്റെ ശിക്ഷ വരും. എങ്ങനെ ശിക്ഷ എന്നറിയോ?
ചെയ്തവർക്ക് മാത്രമല്ല, അതിൽ മൗനം പാലിച്ചവർ. ഞാനതിന് ഇടപെടുന്നില്ല, ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കട്ടെ, എന്റെ വീട്ടിലല്ലല്ലോ എന്ന് പറയുന്നവർ, അത് കേട്ട് രസിക്കുന്നവർ, അതിൽ ആനന്ദം കൊള്ളുന്നവർ, ഇവർക്ക് മുഴുവനും അല്ലാഹു തആല ഒരു ഉമ്മത്തിലൊന്നാകെ മുമ്പൊരിക്കലും കേട്ടിട്ടില്ലാത്ത അസുഖങ്ങളെ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരം അസുഖങ്ങൾ നമുക്ക് വരാതിരിക്കാനാണ് ലോകത്തിന്റെ കരുണയായ നബി, റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന്റെ റഹ്മത്തായി വന്ന നബി നമ്മളോടുള്ള കാരുണ്യം കൊണ്ടാണ് ഈ പറഞ്ഞിരുന്നത്. അങ്ങനെയല്ലേ? മുമ്പോട്ട് പോയ വഴിയിൽ കുഴിയുണ്ട് എന്ന് പറഞ്ഞെന്നാൽ അത് കരുണയല്ലേ? ആ കുഴി പോയി ചാടിയിട്ട് ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? നേരത്തെ പറഞ്ഞിരാണ്, ഇതാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പാപികൾ ഒരുപോലെയാണോ? പാപം ചെയ്യാതെ ജീവിക്കുന്നവരും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. ശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കേണ്ടതിന് പകരം വിശുദ്ധമായ അള്ളാഹുവിന്റെ വചനം ഖുർആൻ നമ്മുടെ കൽബുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന, ആനന്ദം നൽകുന്ന, അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ മധുരമല്ലയോ ഖുർആൻ? എന്ത് രസാണ് ഖുർആൻ ഓതുന്നത്, അത് കേൾക്കുന്നത് എന്ത് മധുരമാണ്, എന്തൊരു രസായിരിക്കും. കാരണം മനുഷ്യന് കാവ്യം ഇഷ്ടമാണെന്നാണ്, മനുഷ്യന് മ്യൂസിക് ഇഷ്ടമാണ്. പ്രകൃതം അങ്ങനെയാണ്. ചെറിയ കുട്ടികളൊക്കെ ഒരു പാട്ട് വെച്ചുകൊടുത്ത് നോക്കി അവരങ്ങ് ഡാൻസ് എടുക്കും. എവിടുന്ന് കണ്ടുപഠിച്ചതാവില്ല. 1 വയസ്സോ 2 വയസ്സോ ഉള്ള കുട്ടികൾക്ക് ഒരു മ്യൂസിക് വെച്ച് കൊടുത്ത് നോക്കി അവരോട് കളിക്കാൻ തുടങ്ങും. എവിടുന്നായി കുട്ടി പഠിച്ചത്? ഒരു ഡാൻസ് സ്കൂളിലും കുട്ടിനെ പറഞ്ഞയച്ചിട്ടില്ല. കുട്ടി ഡാൻസ് എടുക്കും. എന്റെ ആ ഒരു റിതം നമ്മുടെ ശരീരത്തിന്റെ പ്രോഗ്രാമിങ്ങിൽ അള്ളാഹു വെച്ചതാണ്. പക്ഷേ അതിനെ നന്മ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാണ് അള്ളാഹു. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, പടച്ചതമ്പുരാൻ വെറുക്കുന്ന മസാമീറു ശൈത്വാൻ, പിശാച്ചിന്റെ വീണക്കമ്പികളാണെന്ന് പറഞ്ഞ മ്യൂസിക് ഉപകരണങ്ങൾ, അല്ലെങ്കിൽ മ്യൂസിക് കലർന്ന പാട്ടുകൾ, അല്ലെങ്കിൽ ചീത്ത അർത്ഥങ്ങൾ നൽകുന്ന പാട്ടുകൾ, വ്യഭിചാരത്തിലേക്ക് ഒരു പെണ്ണിന്റെ ശാരീരിക വർണ്ണന ചെയ്യുന്ന പാട്ടുകൾ, ഇത് നമ്മൾ കേൾക്കേണ്ടവരല്ല. അതിനൊക്കെ വേറൊരു കൗമ ഇവിടെ ഉണ്ട്. അവർക്ക് അതേ ആവശ്യം. കലയുടെ പേരിൽ അത് പ്രോത്സാഹിപ്പിക്കുന്നവർ, സ്ത്രീ ശാരീരിക സൗന്ദര്യം അത് പറയപ്പെടേണ്ടതല്ലേ, അത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കലയല്ലേ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. മുസ്ലിം മുഅ്മിനായ മനുഷ്യൻ അതിന് പോകേണ്ടവരല്ല. അങ്ങനെയല്ലേ? അതല്ലേ അതിന്റെ ശരി ആണ്. എന്നാലും നമുക്ക് നമ്മുടെ കാതുകളെ, നമ്മുടെ ശരീരങ്ങളെ സൂക്ഷിക്കാൻ നമ്മളെ കൊണ്ടാവുന്നുണ്ടോ എന്നാലോചിച്ച് നോക്കുക. വിശുദ്ധ ഖുർആൻ കേൾക്കാതെ മ്യൂസിക്കിലേക്കും മറ്റു നൃത്തം, അള്ളാഹു അനുവദിക്കാത്ത, കാണാൻ പറ്റാത്ത പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികളൊക്കെ സ്റ്റേജിൽ കൊണ്ടുവന്ന് നമ്മൾ നടത്തുന്ന പരിപാടികൾ, മുസ്ലിം ഉമ്മത്തിലല്ലേ ഓഡിയൻസ്? മുസ്ലിങ്ങളാണ് ഓഡിയൻസ്. എല്ലാ നാട്ടിലും, എല്ലാ ജില്ലയിലും, എല്ലാ പ്രദേശത്തും അങ്ങനെയാണ്. അള്ളാഹു 30-ലേറെ അസുഖങ്ങൾ ഹൃദയത്തിന് നൽകുമെന്ന് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അള്ളാഹുവിന്റെ കലാമിനെ മാറ്റി നിർത്തി പിശാചിന്റെ വാദ്യോപകരണങ്ങളാണ് നമുക്ക് ഇഷ്ടമെങ്കിൽ 30-ലേറെ അസുഖങ്ങൾ അള്ളാഹു ഖൽബിലേക്ക് തരും. അതിനെ ഖുർആൻ പണ്ഡിതന്മാർ അൽ അകിന്ന, അൽ ഗിതാ, അൽ ഗിലാഫ്, അൽ ഹിജാബ്, അൽ ഗിശാവ, അർറാൻ എന്നൊക്കെ ഖൽബിന്റെ മഹാമാരികളായ സുഖങ്ങളായി 30ഓളം ഖുർആനിന്റെ ആയത്തുകളുണ്ട്. ഹൃദയത്തെ അള്ളാഹു അങ്ങനെ നശിപ്പിച്ചു കളയുന്ന, ഖൽബിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ട് നമുക്കത് തീരുമാനിക്കാൻ കഴിയണം. നമുക്കതിനോട് വെറുപ്പ് തോന്നാൻ കഴിയണം. വെറുപ്പ് തോന്നുന്നില്ലെങ്കിൽ നമ്മളും അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന ആളുകളും തമ്മിൽ എന്ത് വ്യത്യാസമാണ്? എന്ത് വ്യത്യാസമുള്ളത്? നന്മ പറഞ്ഞു തരുന്നത് അള്ളാഹു ഏൽപ്പിച്ച ദൗത്യമാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്മ പറഞ്ഞു കൊടുക്കണം. അത് സ്വീകരിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയുമാണ്. അതുകൊണ്ട് ഈ സമൂഹത്തെ, ഈ ഒരു സദസ്സിനെ സാക്ഷി നിർത്തി ഞാൻ അള്ളാഹുവിനെ മുൻനിർത്തി പറഞ്ഞു തരുന്നു, മ്യൂസിക്കിന്റെ ഉപയോഗങ്ങളും നൃത്തവും സംഗീതവും സിനിമയും നമ്മുടെ ഹൃദയത്തിന് ഇഷ്ടമാണെങ്കിൽ, നമ്മൾ അതിനു വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ, അത് സ്കൂളിലാവട്ടെ, കോളേജിലാവട്ടെ,
നമ്മുടെ കലോത്സവങ്ങളിലാവട്ടെ, കലാലയങ്ങളിലാവട്ടെ, പുറം സ്റ്റേജുകളിലാവട്ടെ, നമ്മുടെ വീട്ടുമുറ്റത്തെ വിവാഹത്തിന്റെ ആ നാളിലാവട്ടെ, അള്ളാഹു അനുവദിക്കാത്തത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ അതിന് നമ്മൾ വാദിക്കുകയാണ്, അതിനെ എതിർക്കുന്നവരെ നമ്മൾ തകർക്കുകയാണ്, അത് വേണ്ടെന്ന് പറയുന്നവരെ നമ്മൾ ആട്ടിയോടിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് 30ഓളം കടുത്ത മാരകമായ അസുഖങ്ങൾ അള്ളാഹു അത് കാരണം വരുത്തിവെച്ചു എന്ന് തന്നെ മനസ്സിലാക്കണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ബോധത്തിലാവും, നിസ്സാരമായി കാണരുത്. അത് കുട്ടികളെ പാട്ടല്ലേ, കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും നമുക്ക് മ്യൂസിക്കിന്റെ ഉപയോഗം പാടില്ലെന്നാണ്. അതൊന്നും ഇല്ലാത്ത എത്ര നല്ല പാട്ടുകളുണ്ട്. അന്യ പെണ്ണുങ്ങളെ, പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികളെ സ്റ്റേജിൽ കയറ്റിയുള്ള കലാപരിപാടികൾ നമുക്ക് പാടില്ലാത്തതാണ്. ഇതിൽ ആർക്കാ അഭിപ്രായ വ്യത്യാസമുള്ളത്? ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷേ നമുക്ക് ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. വിശുദ്ധമായ ഖുർആൻ എന്തുകൊണ്ടാണ് അവർ ആഴത്തിൽ പഠിക്കാൻ തയ്യാറാവാത്തത്? അതല്ല, അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടുവീണിരിക്കുകയാണോ? ഹൃദയം മൂടപ്പെട്ടിരിക്കുകയാണോ? റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, യഅതി സമാനുൻ അലന്നാസ്, ജനങ്ങൾക്കൊരു കാലഘട്ടം വരും, യുസ്ബിഹുൽ മഅറൂഫു ഫീഹി മുൻകറാ, മനുഷ്യന്മാർ ചെയ്യുന്ന നന്മകൾ മുഴുവനും തിന്മയാണെന്ന് പറയുന്ന കാലം വരും. അതൊക്കെ ശിർക്കാണ്, അതൊക്കെ കുഫറാണ്, അത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന വിഷയമാണ്. എല്ലാ നന്മകളും തിന്മകളായി മാറുന്ന കാലം. വൽ മുൻകറു ഫീഹി മഅറൂഫാ, തെറ്റായ കാര്യങ്ങളൊക്കെ വളരെ നല്ലത് എന്ന് പറയുന്ന കാലം വരുന്നു. സുബ്ഹാനല്ലാഹ്. തെറ്റ് നന്മയാവുകയും നന്മ തിന്മയാവുകയും ചെയ്യുന്ന കാലം വരും. മുത്തുനബി തങ്ങൾ പറഞ്ഞു, യഅതി അലന്നാസി സമാനുൻ യുസദ്ദഖു ഫീഹിൽ കാദിബു. ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരും, നുണ പറയുന്ന ആളുടെ വാക്സാമർത്ഥ്യം കേട്ടിട്ട് ആളുകൾ വിശ്വസിക്കുന്ന കാലം വരും. സത്യം പറയുന്നവൻ ഒരുപക്ഷെ അത് അങ്ങനെ തെളിയിച്ചു പറയാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല, അവൻ നുണയനാണെന്ന് പറയും. 1-ാം നമ്പർ നുണ പറയുന്ന ആണും പെണ്ണും അവര് സത്യാണ് പറയുന്നത് എന്നാളുകൾ വിശ്വസിക്കുന്നൊരു കാലം വരും. എന്തൊക്കെ തട്ടിപ്പൊളി ചെയ്യാൻ പറ്റുന്ന വോയിസ് മെസ്സേജുകളായിട്ടും ക്ലിപ്പായിട്ടും സൗണ്ട് മറ്റൊരാളുടേത് മാറ്റിയിട്ടും അത് ക്ലബ് ചെയ്തിട്ടും മറ്റവന്റെ തലെടുത്തിട്ട് ഇപ്പുറത്തും ഇവന്റെ തലെടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടും പച്ച നുണ ചെയ്യുന്ന ആളുകളുടെ പ്രവർത്തനം സത്യമാണെന്നും, ഇത് ഞാനല്ല, ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് എന്റേതല്ല, ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്ത കാലം വരുന്ന. സുബ്ഹാനല്ലാഹ്. വയുഖവ്വനു ഫീഹി സ്വാദിഖ് ഫീഹിൽ അമീൻ, സത്യസന്ധനായ ആള് വഞ്ചിക്കുന്നവനാണെന്നും, വയുഅ്തമനു ഫീഹിൽ ഖായിൻ, കൊടിയ വഞ്ചന ചെയ്യുന്ന തട്ടിപ്പ് നടത്തുന്ന ആളുകൾ നല്ല മനുഷ്യനാണ് എന്ന് പറയുന്ന കാലം. കൊടിയ തട്ടിപ്പ്, തട്ടിപ്പിന് മേൽ തട്ടിപ്പ്, ലോകം അറിഞ്ഞത് അറിയാത്തത്, അനുയായികൾക്കറിയുന്നത് അറിയാത്തത്, എല്ലാ തട്ടിപ്പ് ചെയ്താലും സത്യസന്ധനാണ് എന്ന് പറയുന്ന കാലം. സത്യസന്ധതയിൽ ജീവിക്കുന്ന ആളുകൾ വഞ്ചിക്കുന്നവരാണെന്ന് പറയുന്ന കാലം. യുകദ്ദബു ഫീഹി സ്വാദിഖു വയുഅ്തമനു ഫീഹിൽ ഖായിൻ വയന്തിഖു ഫീഹി റുവൈബിള. ഇസ്ലാമിനെ കുറിച്ച് ബാലപാഠം പോലും അറിയാത്ത ആളുകൾ, അല്ലാഹുവിന്റെ ദീൻ ഉലമാഇന്റെ കൂടെ ഇരുന്ന് പഠിക്കാത്ത ആളുകൾ, ദർസിൽ ഖുർആൻ പഠിക്കാനും അഹ്കാമുകൾ പഠിക്കാനും ഉസൂലുകൾ പഠിക്കാനും അറബ് ഭാഷയുടെ നഹവും സർഫും ബലാഗയും മആനിയും ഇതെല്ലാം പഠിച്ച് വർഷങ്ങളോളം ഒരു ഗുരുനാഥന്റെ കീഴിൽ ഒരു പഠന കേന്ദ്രത്തിൽ ചെന്ന് വർഷങ്ങളോളം അധ്വാനിച്ച് പഠിച്ച ആലിമീങ്ങളും പണ്ഡിതന്മാരും പറയേണ്ട വിഷയങ്ങൾ ഒന്നും അറിയാതെ ഏതെങ്കിലും ഒരു ശകലങ്ങളെടുത്ത് ആരൊക്കെയോ കിട്ടുന്നവർ മുഴുവനും വാട്സപ്പ് ഓണാക്കിയിട്ട് പറയാൻ തുടങ്ങുന്ന കാലം. റുവൈബിള, നിസ്സാരന്മാരായ ആളുകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അടിസ്ഥാനമായ നിയമങ്ങൾ പറയാൻ അർഹതയില്ലാത്ത ആളുകൾ. പറഞ്ഞ വിഷയം സത്യമാണെങ്കിൽ തന്നെയും ആ മനുഷ്യൻ പറഞ്ഞത് നുണയാണ് എന്ന് ഉലമാ പറയും. എന്തുകൊണ്ട്? അർഹതയില്ലാത്തവർക്ക് പറഞ്ഞുകൂടാ. അങ്ങനത്തെ ഒരു കാലം വരുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. യുഅറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയുഖദു ബിന്നാസ്വി വൽഅഖ്ദാം. മുഖങ്ങളിൽ അല്ലാഹു തആല പാപത്തിന്റെ അടയാളം കാണിച്ചു തരുന്നു.
മുഖത്ത് നോക്കിയിട്ട് മുസ്ലിമായ ഒരാളുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ മുഖത്തിങ്ങനെ നോക്കി നിന്നിട്ട് ആ നോട്ടം കാരണം ഖൽബിലേക്ക് ഈമാൻ കയറിയ ആൾ, അത് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ കുറവാണ്. മഹാനായ അൽ ഹാഫിൾ അബ്ദുൽ ഗനിയിൽ മഖ്ദിസി റളിയല്ലാഹു അൻഹു, ഒരു മുസ്ലിം അല്ലാത്ത സഹോദരൻ, ഒരുപാട് നേരം മഹാനായ അല്ലാമൽ മഖ്ദിസി തങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ നോക്കി നിന്നു, ഒരു രാത്രി മുഴുവനും. വറആ ബുകാഅഹു വസലാതഹു, മഹാനായ അബ്ദുൽ ഗനിയിൽ മഖ്ദിസി റളിയല്ലാഹു അൻഹു ആ രാവ് മുഴുവനും കരയുന്നത്, നിസ്കരിക്കുന്നത്, അല്ലാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നത്, ഒരു രാത്രി മുഴുവനും കൂടെ നിന്ന് കണ്ട ഒരു അവിശ്വാസി, മുസ്ലിമല്ലാത്തൊരു സഹോദരൻ മഹാനായ അബ്ദുൽ ഗനിയിൽ മഖ്ദിസിയുടെ മുഖത്ത് അല്ലാഹു നൽകി ഈമാനിന്റെ പ്രഭ. ആ മഹാനെ നോക്കി നിന്ന സമയത്ത് ഫസഫറ റജുലു സഫറ, ആ മനുഷ്യൻ അങ്ങ് അട്ടഹസിച്ചു. ഒരട്ടഹാസം. പിശാച് ബാധ ഏറ്റ ആളിൽ നിന്ന് പിശാചിനെ താഴെ ഇറക്കാൻ പെട്ടെന്ന് വയലന്റ് ആയിട്ട് ഒച്ചപ്പാടും ബഹളുണ്ടാക്കും. സഫറ സഫറതൻ, വല്ലാത്തൊരു ശബ്ദം, ഇയാളങ്ങ് ബഹളം, ഒരൊച്ച വെച്ചു. ഖറജൽ കുഫ്റു ബിഹാ മിൻ സദ്രിഹി, ആ ഒരു അട്ടഹാസത്തിലൂടെ കുഫറും അവിശ്വാസവും ഹൃദയത്തിൽ നിന്ന് പുറത്തു പോവുകയും വഅസ്ലമ, ആ നേരം ആ മനുഷ്യൻ മുസ്ലിമാവുകയും ചെയ്തത് മഹാനായ അല്ലാമ അൽ ഹാഫിൽ അബ്ദുൽ ഗനിയിൽ മഖ്ദിസിയുടെ ജീവിതത്തിലുണ്ട്. മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നതാണ്. കുഫറങ്ങ് ഖൽബിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് ഡിബേറ്റ് ചെയ്യേണ്ടി വന്നില്ല. മുൻകാല വേദങ്ങളും പഴയ വേദവും പുതിയ വേദവും ചർച്ചയിടേണ്ടി വന്നില്ല. യുക്തിപരമായ ഒരു ഇന്റലക്ച്വൽ ഡയലോഗിന് വേണ്ടി വന്നില്ല. ഒരു ഡിബേറ്റ് ആവശ്യമായി വന്നില്ല. ഒരു മുഅ്മിനായ മനുഷ്യനെങ്ങനെ നോക്കി നിന്നതാണ് അവരുടെ നിസ്കാരവും ആ ഒരു കരച്ചിലും ആ മുഖത്തെ ഒരു ഭാവവും ഈമാനിന്റെ പ്രഭയും. അത് കണ്ടപ്പോഴേക്കും ഖൽബിൽ നിന്ന് കുഫ്റങ്ങ് തെറിച്ചുപോയി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുഖത്തിന് വെളിച്ചമുള്ള ആളുകൾ, അത് ഈമാനിന്റെ പ്രത്യേകതയാണ്. ഹസനുൽ ബസ്രി എന്ന ലോകപ്രസിദ്ധനായ മഹാനോട് ചോദിച്ചു, മാ ബാലുൽ മുതഹജ്ജിദീന ബില്ലൈൽ മിൻ അഹ്സനിൻ നാസി വുജൂഹാ. ഹസനുൽ ബസ്രി തങ്ങളെ, രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുടെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു ഭംഗിയുണ്ടല്ലോ, എന്താണ് ഇതിന് കാരണം എന്ന് ചോദിച്ചു. രാത്രി സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് ഒരു 2 റക്അത്തെങ്കിലും, ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് കിട്ടിയാൽ തന്നെ തഹജ്ജുദ് കിട്ടും, അല്ലേ? സുബഹി വാങ്ക് വിളിക്കുന്നതിന്റെ 5 മിനിറ്റ്. നമ്മളിപ്പോ ഉമ്മത്തിനോട്, നമ്മൾ സ്വന്തം നഫ്സിനോടും, ഞാൻ എന്റെ നഫ്സിനോട് പറയാണ്, പിന്നെ നിങ്ങളോടും, നമ്മൾ 5 വക്ത് നിസ്കരിക്കണേ എന്നല്ല ഇനി പറയാൻ പോകുന്ന വേള്. 5 വക്ത് നിസ്കാരമൊക്കെ ഓൾറെഡി ബൈ ഡിഫോൾട്ട് നമ്മൾ ചെയ്തിരിക്കണം. അതിനെപ്പറ്റിയല്ല വർത്തമാനം. സുന്നത്തുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന, ഫർദിനെ പറ്റി അവിടെ ചോദ്യമേ വർത്തമാനമേ ഇല്ല. സുബഹി നിസ്കരിക്കണം എന്നല്ല പറയും, സുബഹിക്ക് മുമ്പ് 2 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ പറ്റുമോ? സുബഹിന്റെ മുമ്പുള്ള വാങ്ക് കൊടുത്തിട്ട് സുബഹി നിസ്കാരം ഫർളിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തുണ്ട്. ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ലോകവും അതിലുള്ള മുഴുവനും കിട്ടുന്നതിനേക്കാളും ഖൈർ ഫർളായ സുബഹി നിസ്കാരത്തിന്റെ 2 റക്അത്തിന് മുമ്പ് നിസ്കരിക്കുന്ന 2 റക്അത്ത് സുന്നത്താണെന്ന് ഹബീബായ റസൂലുള്ളാഹി. നമ്മളിപ്പോ വലിയ ആഗ്രഹിക്കുന്ന ദുന്യാവിൽ കിട്ടേണ്ട സാധനം ഇപ്പൊ എന്താ? കുറെ 100 രൂപേന്റെ നോട്ടും കുറെ 2000ന്റെ നോട്ടും. ഇതിനല്ലേ ഇപ്പൊ നമ്മൾ ആകൂടി നടക്കുന്നത്, അല്ലേ? റിസർവ് ബാങ്ക് ഒന്നാകെ മുമ്പ് കൊണ്ടുവന്ന് തന്നാൽ അവസ്ഥ എന്താണ്? ലോകത്തിന്റെ എല്ലാ ഐശ്വര്യവും നമ്മുടെ മുമ്പിൽ തന്നാൽ ഇതിനേക്കാളൊക്കെ ഖൈറ് മുഅ്മിനായ മനുഷ്യന് സുബഹി നിസ്കാരത്തിന്റെ ഫർളിന്റെ മുമ്പുള്ള വാങ്ക് വിളിച്ചതിന്റെ ശേഷം തന്നെ, സുബഹി വാങ്ക് വിളിച്ചതിന്റെ ശേഷം തന്നെ ഫർളിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം, റക്അത്താ അൽ ഫജ്ർ, സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ലോകത്തെ എല്ലാം കിട്ടുന്നതിനേക്കാളും. പെണ്ണുങ്ങൾ ആലോചിക്കേണ്ട, ഒരു 10 പവന്റെ മാല കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വള കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കുട്ടിന്റെ കല്യാണത്തിന് ഇത്ര പവൻ ഉണ്ടായിരുന്നെങ്കിൽ. പെണ്ണുങ്ങളെ, ഇതിനേക്കാളൊക്കെ വലിയ ഖൈർ എന്താണെന്നറിയോ? സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്താണെന്ന് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്നത്. ഒന്നുകൂടെ അങ്ങോട്ട് കയറി ചെന്നിട്ട് സുബഹി വാങ്ക് വിളിക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പ്, ഒരു 10 മിനിറ്റ് മുമ്പ് ഒരു 2 റക്അത്ത്, ഒരു 4 റക്അത്ത്, പിന്നെ ഒരു വിത്റും നിസ്കരിക്കാൻ നമ്മളെ കൊണ്ടാകുമോ?
ഇതൊക്കെ നമ്മളെ കൊണ്ടാകുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ഉമ്മത്തിന് വിജയമുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഉമ്മത്തിന് ഭാവിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഉമ്മത്തിന് അല്ലാഹു നസ്ർ നൽകും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹസനുൽ ബസ്രി തങ്ങളോട് ചോദിച്ചു, അല്ല ഹസനുൽ ബസ്രി, എന്താണ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളിന്റെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു ഭംഗി, എന്തെന്നില്ലാത്ത ഒരു ശോഭ, ഒരു വെളിച്ചം മുഖത്തുണ്ടല്ലോ, എന്താണ് ഇതിന് കാരണം എന്ന് ചോദിച്ചു. നമ്മുടെ SKSSFന്റെ പ്രവർത്തകന്മാരിൽ ദഅവത്തിന് വേണ്ടി ഇറങ്ങുന്ന ഒരു വിങ്ങുണ്ട്. നമുക്ക് ദഅവത്ത് ചെയ്യുന്ന ആള്, അതിന്റെയൊക്കെ ദാഇമാരൊക്കെ സദസ്സിൽ ഉണ്ടായിരിക്കും. ദഅവത്ത് ചെയ്യുക, അള്ളാഹുവിന്റെ ദീൻ അതില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക. അത് മതം മാറ്റിയാണ് തീവ്രവാദം ഒന്നും അലമുറട്ടിട്ട് കാര്യമില്ല. വെളിച്ചം ഇരുട്ടിനുള്ളിലേക്ക് കയറി ചെല്ലും. അത് ഏത് മാർഗത്തിലൂടെയാണെങ്കിൽ തന്നെയും. അതിന് പുറപ്പെടുന്ന ആളുകളോട് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ, സാധുമാർ കൊടുക്കുന്ന ഉപദേശം, രാത്രിയിൽ മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് അവരുടെ നാവിന് അല്ലാഹു തആല ഒരു പവർ കൊടുക്കുന്നതാണ്. തഹജ്ജുദ് നിസ്കരിക്കാത്ത ആളുകൾ ഈ പണിക്ക് ഇറങ്ങണ്ട എന്നാണ് പറയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ആ വലിയ സുന്നത്തെടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു തരട്ടെ. എന്തുകൊണ്ടാണ് ഹസനുൽ ബസ്രി, എന്തുകൊണ്ടാണ് ഇമാം ഹസനുൽ ബസ്രി തങ്ങളെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുടെ മുഖത്തൊരു വെളിച്ചം കാണുന്നത്? ജനങ്ങളിൽ ഏറ്റവും ശോഭയുള്ള ആളായിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് മാസങ്ങളോളം കടന്ന ഒരു ഉത്തരേന്ത്യൻ ഒരു പണ്ഡിതന്റെ മുഖം കണ്ടില്ലേ? അദ്ദേഹത്തിന്റെ ഖബർ മാറ്റിക്കൊടുത്തത് സ്വന്തം കുടുംബത്തിലെ ആളുകൾക്ക് സ്വപ്നദർശനം വരെയാണ് ഉപ്പയുടെ ഖബർ ആ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് ഇന്നാലിന്ന അള്ളാഹുവിന്റെ വലിയ കിടക്കുന്ന ഒരു മഖ്ബറയുടെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് മാറ്റിപ്പാർപ്പിക്കണം. എത്രയോ 12 മാസോ 11 മാസോ എനിക്ക് ഓർമ്മയില്ല, അത്രയും മാസങ്ങൾ മണ്ണിൽ കിടന്ന ആ മഹാനുഭാവന്റെ ഖബർ അവർ തുറന്നു. കണ്ടില്ലേ നിങ്ങൾ? ഇതിന്റെ ഫോട്ടോ കണ്ടില്ലേ? എന്തൊരു മനോഹരമായ വെളിച്ചമുള്ള മുഖം, പുഞ്ചിരിക്കുന്ന പോലെ. കഫംപുട പോലും കുഴപ്പം പറ്റിയിട്ടില്ല, കഫംപുടക്ക് പോലും ഒരു പോർലേറ്റിട്ടില്ല, ചിരിച്ചിങ്ങനെ കിടക്കുകയാണ്. ഒരു ആലിം, ഉത്തരേന്ത്യക്കാരനായ ഒരു മഹാപണ്ഡിതൻ, ഒരു ആളുകൾ വളരെയധികം അറിഞ്ഞിട്ടില്ലാത്തൊരു മഹാൻ, ഒരു കൊല്ലത്തോളം മണ്ണിൽ കിടന്നിട്ട് ശവശരീരമായ എന്ന് നമ്മൾ പറയില്ല, അളിഞ്ഞുപോകും, ഒന്നും സംഭവിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ദീൻ സത്യമാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ സംഭവം മതി. ഖബർ ഒന്നുകിൽ സ്വർഗമാണ് അല്ലെങ്കിൽ നരകമാണെന്ന ഹബീബിന്റെ വചനമറിയാൻ ഈ ഒരൊറ്റ സംഭവം മതി. ഒന്നും എത്ര ഖബറുകൾ, 100-200 കൊല്ലം പഴക്കമുള്ള ഖബറുകൾ ചിലപ്പോൾ തുറന്നു കാണുന്ന നേരത്ത് കഫം പുടക്ക് പോലും പോർലേൽക്കാത്തത്. 50 കൊല്ലം മുമ്പ് മരിച്ചത്, 20 കൊല്ലം മുമ്പ് മരിച്ചത്, 2 കൊല്ലം മുമ്പ് മരിച്ചത്, കഫം പുട പോലും കേടുവരാതെ കിടക്കുന്ന എത്ര മഹതിമാർ, എത്ര മഹാന്മാർ, എത്ര സാധാരണക്കാരാണ് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ ഖബറിന്റെ ഉള്ളിൽ സ്വർഗീയ സുഖം അനുഭവിക്കുന്നത് അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്നു. ഇത് ചില്ലറ കാര്യമാണോ? യുക്തിവാദികൾ തെളിവ് വേണമെന്ന് ചോദിക്കുന്ന യുക്തിവാദിക്ക് ഇതിലും വലിയ തെളിവിന് എന്താ വേണ്ടത്? ആ മണ്ണിൽ തൊട്ടുപുറത്ത് കിടക്കുന്ന ആളുടെ എല്ല് പോലും കാണാനില്ല, പക്ഷെ ഇപ്പുറത്തെ ഖബറിലാടെ കഫം പുടക്ക് പോലും കേടുപാട് പറ്റിയിട്ടില്ല. ഇത് ഇസ്ലാമിലെ കാണാൻ കഴിയും, ഇത് മുസ്ലിമിനെ കാണാൻ കഴിയും, ഇത് ഇസ്ലാമായി ജീവിച്ച ആളുകൾക്കേ കാണാൻ കഴിയൂ. ഇത് അല്ലാഹു നൽകുന്ന ഷറഫുൻ യുക്രിമുല്ലാഹു ബിഹി ഇബാദഹ്. അല്ലാഹുവിന്റെ ആളുകളെ അവൻ ആദരിക്കുന്ന ആദരവാണത്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുടെ മുഖത്തെ ഈ വെളിച്ചം എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോ ലിഅന്നഹും ഖലൗ ബിർറഹ്മാൻ ഫഅൽബസഹും മിൻ നൂരിഹി. എന്തുകൊണ്ടാണെന്നറിയോ അല്ലാഹു മുഖത്ത് വെളിച്ചം കൊടുത്തത്? നമ്മൾ മുഖം തെളിയാൻ വേണ്ടി ക്രീമും ഹെർബൽ ക്രീമുകളും അല്ലാത്ത ക്രീമുകളും മഞ്ഞളരച്ചിട്ടും ചന്ദന എന്താണ് രക്തചന്ദനം എന്തൊക്കെയാ മുഖം വെളുപ്പിക്കാൻ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. തഹജ്ജുദ് നിസ്കരിച്ചാൽ കിട്ടും ആ വെളിച്ചം. മറ്റേതൊക്കെ ഒന്ന് മുഖത്ത് വെള്ളം തെളിച്ചാൽ പോവും. മുഖത്തിന് ശോഭ വേണോ? തഹജ്ജുദ് നിസ്കാരം പതിവാക്കിക്കോളി, അത്രേ വേണ്ടു. വേറെ ഒരു സന്തൂർ സോപ്പും അല്ല, ഒരു മൈസൂർ സാൻഡലും അല്ല. ഈമാനിന്റെ വെളിച്ചം, കൽബിന്റെ ഉള്ളിൽ നിന്ന് നൽകുന്ന വെളിച്ചം മുഖത്തേക്ക് തെളിഞ്ഞു വരുന്നു. എന്തേ കാരണം എന്നറിയോ? ലിഅന്നഹും ഖലൗ ബിർറഹ്മാൻ. കാരുണ്യവാനായ അള്ളാഹുവിന്റെ അരികത്ത് അവർ ഒറ്റക്ക് പോയി നിന്നു. കൂടുള്ളവരെ കുറഞ്ഞാണ്, വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല. ഈ തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് സെൽഫി എടുത്ത് വിടണ്ട, എല്ലാം സെൽഫിന്റെ കാലാണ്. ആരും അറിയിക്കണ്ട, ഒറ്റക്ക് ചെയ്താൽ മതി. വീട്ടുകാരെ പോലും കൂട്ടുകാരെ പോലും അറിയിക്കരുത് എന്നാണ് നമ്മളെ ചെയ്യുന്ന പണി. ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നത് കാണുക എന്ന് പറഞ്ഞ് ക്യാപ്ഷൻ ഇട്ടിട്ട് വിടണ്ട. എല്ലാം അല്ലെ തവാഫ് ചെയ്യുമ്പോൾ ഇത് സെൽഫി എടുക്കുന്നുണ്ട്. നിസ്കാരത്തെ പറ്റാത്തോണ്ടായിരിക്കും അല്ലേ?
എന്നാലും ചിലപ്പോൾ വേറെ കൊണ്ട് എടുപ്പിക്കും. ആ ക്ലോക്കിന്റെ ആ സൂചിയൊക്കെ കാണണം കേട്ടോ, ഞാൻ ഇപ്പൊ ഏത് നേരത്തായി നിസ്കരിക്കണത്, ഞാൻ കള്ളനായിരുന്നു, ഇപ്പൊ നന്നായിട്ടുണ്ട്, നാട്ടുകാരൊക്കെ അറിഞ്ഞോട്ടെ. ഈ പണിയൊന്നും ചെയ്യരുത്, സ്വകാര്യമാക്കി വെക്കുക. ജനങ്ങൾക്ക് കാണുമ്പോ നമ്മൾ ആരുമല്ല, നമ്മളത്തെ ഒരു കോപ്പുമില്ല എന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ അള്ളാന്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ കിട്ടിയാൽ മതി, നമ്മൾ ആരും അറിയിക്കരുത്. ഇതാണ് വിഷയം. അങ്ങനെ സ്വകാര്യമായി അവർ അള്ളാഹുവിനെ ചെന്ന് കണ്ടപ്പോൾ മറുപടി അതാണ്. എന്തേ മുഖത്ത് വെളിച്ചമുണ്ടാവാൻ കാരണം എന്നറിയോ? അവര് സ്വകാര്യമായി അള്ളാഹുവിനെ കാണാൻ ചെന്നപ്പോൾ അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ ഒരു വസ്ത്രം അള്ളാഹു അവർ അണിയിച്ചു കൊടുത്തതാണ്. സ്വകാര്യമായി ചെല്ലുമ്പോൾ ഗിഫ്റ്റും കിട്ടൂലേ, ആ ഗിഫ്റ്റ് കൊടുത്തതാണ്. എന്തേ? റബ്ബിന്റെ നിന്നുള്ളൊരു വെളിച്ചം, അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ ഒരു വസ്ത്രം ഈ മുഅ്മിനീങ്ങൾക്ക് തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു കൊടുത്തതാണ്. അതുകൊണ്ടാണ് തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ മുഖത്ത് ശോഭയുണ്ടാകുന്നത് എന്ന് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നാൽ രാത്രികാലം മുഴുവനും കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗം കാണാം. മറുവശത്ത് കറങ്ങിത്തിരിഞ്ഞ് എവിടെയാണ് പോയതെന്ന് ഉമ്മ ചോദിച്ചാൽ മറുപടി ഇല്ല, വാപ്പ ചോദിക്കാൻ നാട്ടിലുമില്ല, അനുജൻ അവിടെ വോയിസ് ഇല്ല, പെങ്ങൾ പറഞ്ഞാൽ അവന് കേൾക്കുകയുമില്ല. അങ്ങനെ ഒരൽപ്പം 20 21 വയസ്സാകുമ്പോഴേക്കും ഒരു തരം റബല്യസ് ആയിട്ട് എന്നെ ചോദ്യം ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ആരാണ്, അള്ളാന്റെ ഭൂമിയിൽ എനിക്ക് ഇറങ്ങി നടക്കാൻ അവകാശമില്ലേ എന്ന് സ്വന്തം നൊന്തുപെറ്റ ഉമ്മയോട് ചോദിക്കുന്ന മക്കളുണ്ടൊരു ഭാഗത്ത്. ഞാൻ ഇഷ്ടമുള്ളിടത്തേക്ക് പോകും, ഉമ്മാക്കെന്താ എന്ന് ചോദിക്കുന്ന കാലം. അല്ലാഹുവേ,